2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രേണു ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ അവതാരിക ചോദിക്കുന്ന ഇത് കണക്കൊരു കുട്ടിയെ നഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ, അത് കിച്ചുവിൻ്റെ കൊച്ചാണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള സംസാരമൊക്കെ നേരത്തെ നടന്നിട്ടുള്ളതായിരുന്നു. അതിനുണ്ടെങ്കിൽ രേണു ഭയങ്കര ചിരിച്ച് തമാശ രീതിയിലൊക്കെ ആയിരുന്നു ഓരോരോ ഉത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. സോ ഇത് കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഇവരെന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൻ്റെ പേര് നാറ്റിക്കാനുള്ള പരിപാടിയാണെന്നോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, ഞാനുണ്ടെങ്കിൽ അവർ ചോദിച്ച ചോദ്യത്തിന് ഞാനുണ്ടെങ്കിൽ മറുപടി പറഞ്ഞതാണ്, അതുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് ഇതേ കണക്ക് ആര് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കേണ്ട കാര്യം എന്തുവാ. പിന്നെ അവരുണ്ടെങ്കിൽ എനിക്ക് പൈസ തന്നിട്ടാന്ന് വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത്, അപ്പോൾ എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ലെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ കണക്ക് രേണു സുധി ഉണ്ടെങ്കിൽ കൊല്ലം സുധിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അവരുമായിട്ടുള്ള ബന്ധമൊന്നും എനിക്കിപ്പോൾ ഇല്ല, സുധി ചേട്ടൻ മരിച്ചതിന് ശേഷമുണ്ട് ഇപ്പോൾ ആ കുടുംബമായിട്ടോ അവരുമായിട്ടോ എനിക്കൊരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല, ഇനി ബന്ധപ്പെടുത്തുമില്ല എന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കി ഇനി കിച്ചുമായിട്ട് സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല, തനിക്കുണ്ടെങ്കിൽ ഒരു മോനുണ്ട്, ആ മോൻ്റെ കാര്യം നോക്കി പോവും, അവൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.